everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോടുള്ള അട്രാക്ഷൻ പോയി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ? സോ എന്തുകൊണ്ടാണ് അട്രാക്ഷൻ പോകുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളോടുള്ള ആ അട്രാക്ഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണത് മനസ്സിലാക്കാൻ സാധിക്കുക? ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ആ ഒരു അട്രാക്ഷൻ ഫേഡായി തുടങ്ങിയിട്ടുണ്ട്, എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും, അതെങ്ങനെയാണ് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നോക്കാം. ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീക്ക് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ പോകുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾ അറിയാതെ ചെയ്യുമ്പോഴല്ല. അത് ഗ്രാജുവലി നിങ്ങളുടെ ഓരോ പ്രവൃത്തികളിൽ നിന്നുമാണ് അങ്ങനെ ഉണ്ടാവുന്നത്. എസ്പെഷ്യലി നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് അവർ ഇമോഷണലി അൺസേഫ് ആണ്. അതായത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഒരു ഇമോഷണൽ സേഫ്റ്റി അവർക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങളോടുള്ള അട്രാക്ഷൻ പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ. സോ ആ ഒരു ഇമോഷണൽ സേഫ്റ്റി നിങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ടെങ്കിൽ അട്രാക്ഷനും നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, അവരെന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവരെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്താണ് പറയുന്നത് എന്ന് കൃത്യമായി കേൾക്കുന്നതിന് മുൻപ് അവരെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അതൊക്കെ എനിക്കറിയാം, നീ പറയാൻ പോകുന്നത് ഇതായിരിക്കും എന്ന രീതിയിൽ അങ്ങോട്ട് കയറി സംസാരിക്കുക, ജഡ്ജ്മെന്റലായി സംസാരിക്കുക. സോ ഇങ്ങനെ ഒരു അൺസേഫ് ആയിട്ടുള്ള ഒരു ഫീലാണ് നിങ്ങൾ നിരന്തരം അവർക്ക് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റും നിങ്ങളോടുള്ള അട്രാക്ഷനും ഒക്കെ പോവാൻ കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട റീസൺ. ഇനി ഇങ്ങനെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് ആ ഒരു അട്രാക്ഷൻ പോയിട്ടുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കും. സോ ഇതുപോലെയുള്ള ഏതെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ നിലവിൽ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം. നിങ്ങൾ മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൃത്യമായ ഗൈഡൻസോട് കൂടിയിട്ട് ആ ഒരു അട്രാക്ഷൻ റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. സോ എന്തൊക്കെയാണ് ഇങ്ങനെ അട്രാക്ഷൻ പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഒന്ന്, അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത് അവർ സ്റ്റോപ്പ് ചെയ്യും. ഓവർ ഷെയർ ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് കേൾക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപേ ജഡ്ജ് ചെയ്യും എന്നുള്ളത് ഓൾറെഡി അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് തോന്നുന്ന ഫീലിങ്സ്, അവരുടെ ഇമോഷൻസ് ഒക്കെ അവർ ഷെയർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്നും പറയുന്നുണ്ടായിരിക്കില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർ എഫേർട്ട് എടുക്കില്ല എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്ന, എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം. 2, അവരെന്തെങ്കിലും ഒരു കാര്യത്തിൽ അപ്സെറ്റ് ആവുകയോ അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ ഭാഗത്ത് തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർ വിഷമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഹേർട്ടായി എന്ന് വിചാരിക്കാം, എങ്കിലും അവരത് ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളോടത് പറയുന്നത് അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാലും മാറ്റാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അതേ സമയത്ത് ചിലപ്പോൾ ഒരു സോറി പറഞ്ഞേക്കാം, പക്ഷെ വീണ്ടും അതേ മിസ്റ്റേക്ക് തന്നെ ചെയ്യും. കാരണം അവരുടെ ഒരു എക്സ്പീരിയൻസ് അതാണല്ലോ. സോ ഇത്തരത്തിൽ ഇമോഷണൽ സേഫ്റ്റി ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ പോയിട്ടുണ്ടെങ്കിൽ, രണ്ടാമതായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും പ്രകടമാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിഷമമോ അല്ലെങ്കിൽ ഒരു ഹേർട്ട് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അവരത് ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളോടത് പറയാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നും കുറവായിരിക്കും. 3, ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണ് എന്ന് തോന്നുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ സേഫ്റ്റി ഫീൽ ചെയ്യുന്ന സമയത്തെല്ലാം നിങ്ങളോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ മെസ്സേജസിനായിക്കൊള്ളട്ടെ, നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്തെല്ലാം അവരത്രയധികം എഫേർട്ട് എടുത്തായിരിക്കും നിങ്ങളോട് ഓരോ കാര്യവും സംസാരിക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കുക. പക്ഷേ നിലവിൽ അവർക്കൊരു അട്രാക്ഷൻ പോയി അല്ലെങ്കിൽ ആ ഒരു അൺസേഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെസ്സേജസിന് അല്ലെങ്കിൽ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നത് വളരെയധികം കുറവായിരിക്കും. ചിലപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മറുപടി കിട്ടിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ വളരെ ലേറ്റ് ആയിട്ടുള്ള റിപ്ലൈസ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ ഷോർട്ട് ആയിട്ടുള്ള റിപ്ലൈസ് ആയിരിക്കും. ഫൈനലി നിങ്ങളോട് ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടെന്നോ, അതായത് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ടോക്കോ അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള ടോക്കോ ഒക്കെ വളരെയധികം കുറവായിരിക്കും. ഈ 4 കാര്യങ്ങൾ നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറവായി കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ട് ഇത് നമുക്ക് ഈ മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തിരുത്താനും ഒരു ഹാപ്പി റിലേഷൻഷിപ്പിലേക്ക് മാറ്റാനും സാധിക്കും. സോ ഹാപ്പി റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സപ്പോർട്ട് വേണമെന്നുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്